പരുത്തുകുഴി പള്ളിമുടിക്ക് നിന്നാണ് ഇന്ന് ലക്ഷക്കണക്കിന് രൂപയ്ക്കുള്ള ലഹരി വസ്തുക്കൾ പോലീസും എക്സൈസും നാട്ടുകാരും ചേർന്ന് പിടികൂടിയത്. നേരത്തെ തന്നെ ഈ പൂന്തറ പുത്തമ്പള്ളി ഭാഗത്ത് 4ഓളം റെസിഡൻസുകൾ സംയുക്തമായി ചേർന്നുകൊണ്ട് ഒരു ലഹരി വിരുദ്ധ സ്ക്വാഡ് രൂപീകരിക്കുകയും ഇവിടെ ലഹരി വിരുദ്ധ പ്രദേശമായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. രാത്രികാലങ്ങളിലെ പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെ ധാരാളം കച്ചവടക്കാരെ പിടികൂടി പോലീസിനെ ഏൽപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഏകദേശം ഇവിടെ നിർമ്മാർജ്ജനം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ പരുത്തിക്കുഴി പ്രദേശത്തേക്ക് കടക്കാൻ ഈ അസോസിയേഷന് സാധിച്ചിട്ടില്ല. അതിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വലിയ രീതിയിലുള്ള ഈ ഒരു ലഹരിവേട്ട എക്സൈസ് സംഘം പിടികൂടിയത്. ലക്ഷക്കണക്കിന് രൂപയുടെ സാമഗ്രികളാണ് പിടികൂടിയതെന്നാണ് അറിയാൻ സാധിച്ചത്. നമുക്ക് എന്തായാലും അതിൻ്റെ കാഴ്ചയിലേക്ക് പോകാം. ഇവിടെ കാണത്തില്ല, കത്തിരിവല്ല ഇവിടെ കാണും, ഇല്ലാതിരിക്കില്ല, എല്ലാ സാധനങ്ങളും ഉണ്ടല്ലോ. റാസെല്ലാം ഇവിടെ ഇരുന്നു. നമ്മുടെ ലഹരി വിരുദ്ധ കൂട്ടായ്മയിലെ ആളുകൾ സാറേ വീഡിയോ എടുക്കാൻ കുഴപ്പമില്ല സാർ. ആ ശരി. ലക്ഷക്കണക്കിന് രൂപയുടെ ലഹരി മരുന്നുകളാണ് ഇപ്പോൾ ഇവിടെ നിന്ന് പിടികൂടിയിട്ടുള്ളത്. ലഹരിയുടെ ഭാഗമായിട്ടുള്ള ആഷിഷ് ഓയിൽ, MDMA, കഞ്ചാവ്, അങ്ങനെയുള്ള പല സാധനങ്ങളുമുണ്ട്. കൂടാതെ ഒരു എയർഗൺ തോക്കും ഇവരിൽ നിന്ന് പിടികൂടിയിട്ടുണ്ട്. വലിയതറ സ്വദേശിയായ ആൻ്റണി എന്ന് പറയുന്ന ഒരാളിൽ നിന്നാണ് ഈ സാധനങ്ങൾ കിട്ടിയതെന്നാണ് പരുത്തിക്കുഴി സ്വദേശിയായ അനസ് പറയുന്നത്. കൂടുതൽ വിവരങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്. ഇല്ല, കോടിക്കണക്കിന് വിലയല്ലേ ഇപ്പോൾ, ലക്ഷങ്ങളൊന്നും അല്ല, ഇപ്പോൾ കോടികളാണ്. നടന്നിട്ട് ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചിട്ട് ഒരു ഇങ്ങോട്ടില്ല കയ്യിൽ പൈസ അയച്ചോണ്ടിരിക്കുകയല്ലേ 2000 കച്ചവടം എവിടെ എൻ്റെ വീട് എവിടെ? വലിയതൊരു അഖിൽ ആൻ്റണിയാണ് എൻ്റെ സാധനം. അത്ര മാറ്റം അഖിൽ ആൻ്റണി. വലിയതറ പ്രദേശത്തെ അഖിൽ ആൻ്റണി എന്ന വ്യക്തിയിൽ നിന്നാണ് തനിക്കുള്ള ഈ ലഹരി വസ്തുക്കൾ കിട്ടിയത് എന്നാണ് അനസ് പറയുന്നത്. എന്തായാലും കൂടുതൽ അറിവുകൾ വ്യക്തമായിട്ടില്ല. ഇതിനുവേണ്ടി പരിശ്രമിച്ച നാട്ടുകാർക്ക് പ്രത്യേക അഭിനന്ദനം എക്സൈസ് വകുപ്പും മറ്റും അറിയിച്ചിട്ടുണ്ട്. ഈ പ്രദേശം ഉൾപ്പെടെ ഇനിയും ഈ സ്ക്വാഡ് വർക്ക് നടത്തുമെന്ന് തന്നെയാണ് ഇവിടെയുള്ള ജനങ്ങൾ ഒന്നടങ്കം ന്യൂസിനോട് പറഞ്ഞത്.